ഹലോ, എല്ലാവർക്കും ലിജാസ് രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ കൂർഗിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ താമസിച്ച കോട്ടേജ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മൾ കുശാൽ നഗറിൽ നിന്ന് മടിക്കേരി റൂട്ടിൽ കൊടകര കള്ളിയിൽ കുറച്ച് ഉള്ളിലേക്ക് വന്നാലാണ് കേട്ടോ നമുക്ക് ഈ കോട്ടേജ് കിട്ടുള്ളൂ. പിന്നെ എന്താണെന്നറിയോ, ഇതിങ്ങനെ കാപ്പിത്തോട്ടങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത് കേട്ടോ. ചുറ്റും കാപ്പിത്തോട്ടമാണ്, പിന്നെ നല്ല ഓടുമേഞ്ഞ കോട്ടേജുകളും. നല്ല സുഖമാണ് ഇവിടെ താമസിക്കാൻ കേട്ടോ. നമ്മുടെ ഈ കോട്ടേജിൻ്റെ പേര് റായ് കോട്ടേജ് എന്നാണ് കേട്ടോ. ഇവിടെ രണ്ട് ടൈപ്പാണ് താമസിക്കാനുള്ളത്, ഒന്ന് ഡീലക്സും ഒന്ന് സൂട്ട് കോട്ടേജും. അപ്പോൾ സൂട്ട് കോട്ടേജിൽ 4 പേർക്ക് താമസിക്കാൻ പറ്റും, ഡീലക്സിൽ 2 പേർക്കായിട്ടോ താമസിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കോട്ടേജ് കേട്ടോ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വലിയ വിൻഡോസ് ഒക്കെ ഉണ്ട് ഈ 2 സൈഡിലാണെങ്കിലും. കണ്ടോ, ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ നല്ല കാപ്പിത്തോട്ടങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നല്ല വലുപ്പത്തിലൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുവാണ്, അത് കാരണം നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും ഒക്കെ ബാത്റൂമിലുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ താമസിച്ച കോട്ടേജിന്റെ ബാക്കിൽ മുഴുവൻ കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ. നന്നായിട്ട് പഴുത്ത് നിൽപ്പുണ്ട്. വാ, നമുക്ക് അതൊന്ന് നോക്കിയിട്ട് വരാം. കാപ്പിക്കുരു കേട്ടോ, എല്ലാം നന്നായിട്ട് ഇങ്ങനെ പഴുത്ത് നിൽക്കും.
ടെൻ്റ് അടിച്ചിട്ട് താമസിക്കാൻ പറ്റും കേട്ടോ. കോട്ടേജിലോട്ടോ നിങ്ങൾ താമസിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച കോട്ടേജിൻ്റെ ഓണർ. നമുക്ക് എവിടെ പോയാലും ഇതുപോലെ നല്ല ഓണേഴ്സിനെ കിട്ടും. നല്ലൊരു അങ്കിളാണ്. അപ്പോൾ അങ്കിൾ പറയും. എൻ്റെ പേര് ലക്കണ്ണ റൈ. ഞാൻ റിട്ടയർഡ് ബാങ്ക് മാനേജർ, കോപ്പറേറ്റീവ് ബാങ്ക്. അങ്കിളിൻ്റെ മക്കളാണ് കേട്ടോ ഇത് നടത്തുന്നത്. നമുക്ക് നല്ല വിശപ്പായിട്ട് കുറേ സമയമായി. അപ്പോൾ നമ്മളൊരു നല്ലൊരു ഹോട്ടൽ അന്വേഷിച്ച് കിടക്കായിരുന്നു. അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല കൂർഗി സ്പെഷ്യൽ, കൂർഗിൻ്റെ തനതായ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു അക്കി റൊട്ടിയും കൂടി ഉണ്ട്, അതായത് അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന റൊട്ടി, ചപ്പാത്തി. അപ്പോൾ അതവർ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് കൂർഗി സ്പെഷ്യൽ പോർക്ക് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മസാലയൊക്കെ. പിന്നെ ഇവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടംപുളി തിളപ്പിച്ച് അതിൻ്റെ നീരൊഴിച്ചിട്ടാണ് ഇത് വെക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ചെറിയ പുളിയുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കൂടിയാണ് കേട്ടോ അക്കി റൊട്ടി. ഇത് അരിപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കണേ, നമ്മൾ മറ്റേ ഗോതമ്പൊടി വെച്ച് ചെയ്യില്ലേ അതുപോലെ തന്നെ. ഇതിവിടെ ഇവരുടെ ഒരു സ്പെഷ്യലാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് കഴിച്ചു നോക്കാം. നന്നായിട്ടോ, അരിപ്പൊടി കൊണ്ടാണ് ചെയ്തേക്കെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. ഇതിൻ്റെ കൂടെ ഇവർ തൈര്, രസം, അതുപോലെ തന്നെ പരിപ്പ്, ഇത് സാമ്പാർ എന്ന് പറഞ്ഞ സാമ്പാറാണ് കേട്ടോ. സാമ്പാർ തന്നിട്ടുണ്ട്. ചോറ് വന്നിരിക്കുന്നത് നല്ല ചോറാട്ടോ, നല്ല വൈറ്റ് റൈസാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ആദ്യം ഈ മീൻ കറി കൂട്ടി കഴിച്ചു. ഞാൻ എന്തായാലും ഒരു മീൻ പീസ്.
ചൂടാട്ടോ. കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ഒരു കുറച്ച് സ്വീറ്റ് തോന്നുന്നുണ്ട്, ചെറിയൊരു മധുരം, ഇത്തിരി എരിവൊക്കെ കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ദുബാര എന്ന് പറഞ്ഞ സ്ഥലത്ത് കാവേരി നദിയുടെ തീരത്താണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ എലിഫന്റ് ക്യാമ്പ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഇറങ്ങാം. തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. പിന്നെ ഈ ഇതിൻ്റെ നടുക്ക് തന്നെ പല സ്ഥലത്തായിട്ട് ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ശരിക്കുണ്ടല്ലോ അത്ര നല്ല ക്ലീൻ വെള്ളമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല പാറകൾ, നമുക്ക് ഇതിൽ ചവിട്ടി കടന്നു പോവാം. അപ്പുറത്ത് ആനേനെ കുളിപ്പിക്കാൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ? ഇതാണ് ദുബാരെ എലിഫന്റ് ക്യാമ്പ് കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേക്കും വൈകിപ്പോയി, അത് ക്ലോസ് ആയി. ഇനി നമ്മളെ അങ്ങോട്ട് കടത്തി വിടില്ല കേട്ടോ. അതുപോലെ ഇങ്ങോട്ട് ബോട്ടിന് വരാൻ കേട്ടോ, അല്ലാതെ നടന്നും വരാം വെള്ളത്തിൽക്കൂടെ. പക്ഷെ കൂടുതൽ ആളുകൾ വെള്ളത്തിലൂടെ നടന്നാട്ടോ വരുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് വന്നത്. അത് ഭയങ്കര രസമാണ് കേട്ടോ, വെള്ളത്തിൽക്കൂടെ നടന്ന് ഇവിടേക്ക് വരാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടിട്ടില്ലേ?
എന്തായാലും നമുക്ക് കുറേ സമയം കൂടി ഇവിടെ നിൽക്കണമെന്നുണ്ട് കേട്ടോ, ഒരുപാട് വൈകിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകണം. അപ്പോൾ പുതിയ കാഴ്ചകളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും.